നമസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സുജൂദ്. ഒരുപക്ഷെ നമസ്കാരത്തിൻ്റെ ജീവനെന്നോ കാതലെന്നോ ഇസ്ലാമിക കർമ്മശാസ്ത്രം പരിചയപ്പെടുത്തിയത് സുജൂദിനെയാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലമാണല്ലോ മസ്ജിദ്. ഈ സുജൂദ് എന്ന വാക്കിന് മലയാളത്തിൽ സാഷ്ടാംഗ പ്രണാമം എന്നാണ് പറയാറുള്ളത്. എന്താണ് ഈ സാഷ്ടാംഗ പ്രണാമം? അഷ്ട അംഗങ്ങൾ ഉപയോഗിച്ചുള്ള പ്രണാമമാണ് സാഷ്ടാംഗ പ്രണാമം. നെറ്റി, മൂക്ക്, രണ്ട് കൈകൾ, രണ്ട് കാൽമുട്ടുകൾ, ഇത് മണ്ണിൽ ചേർത്ത് വെക്കലാണ് ശരിക്ക് സുജൂദ് എന്ന് പറയുന്നത്. ഈ സുജൂദ് വലിയ അർത്ഥതലങ്ങളുള്ള ഒരു കർമ്മമാണ്. സുജൂദാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ മണ്ണിൽ നിവർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഈ നിവർന്ന് നിന്നുകൊണ്ടാണ് ആനയെ മുതൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ വരെ ഈ മനുഷ്യൻ എന്ന ഒരാൾ നിയന്ത്രിക്കുന്നത്. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്നതാണ് മനുഷ്യൻ്റെ അധികാരവും പ്രമാണിത്വവും കാണിക്കാനുള്ളൊരു വഴി. ഇതെല്ലാം അള്ളാഹുവിന് മുമ്പിൽ മണ്ണിൽ ചേർത്ത് വെച്ച് ഒരു ഉറുമ്പിനോളം ചെറുതായിക്കൊണ്ട് മനുഷ്യർ ചെയ്യുന്ന കർമ്മമാണ് സുജൂദ്. ആ കർമ്മത്തിലൂടെ മനുഷ്യർ പ്രഖ്യാപിക്കുകയാണ് തൻ്റെ എല്ലാം ഇനി അള്ളാഹുവിന് സമർപ്പിച്ച് കഴിഞ്ഞു. ഇനി തനിക്ക് തൻ്റേതായി തൻ്റെ അധികാരത്തിലുള്ള ഒന്നും ഇല്ല എന്ന് മനുഷ്യൻ ഈ സുജൂദിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുജൂദ് ചെയ്യുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമായി ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പരിചയപ്പെടുത്തിയത്. ഒരു രസകരമായ ഒരു കാര്യം ചിലപ്പോൾ ഖുർആൻ വായനയിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറും. ഒരുപക്ഷെ മുഫസ്സിറുകളെല്ലാം പരിചയപ്പെടുത്തുന്നതിനപ്പുറത്ത് ഖുർആനിൻ്റെ വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു തെളിച്ചമാണ് അത്. സൂറ അലഖ് ആണ് ഖുർആനിലെ ആദ്യത്തെ അധ്യായം എന്ന് നമുക്കറിയാം. ആ അധ്യായം തുടങ്ങുന്നത് ഇഖ്റ, വായിക്കുക എന്ന ഒരു ആഹ്വാനത്തോടു കൂടിയാണ്. ഖുർആൻ വായിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയിൽ, ഖുർആൻ ഓതുന്നതിനിടയിൽ എപ്പോഴെങ്കിലും സജദ, സുജൂദ് എന്ന വാക്കിൻ്റെ ഏതെങ്കിലും ഒരു ക്രിയാരൂപമോ ഏതെങ്കിലും ഒരു വ്യാകരണ ക്രമമോ വന്നാൽ അവിടെ വായന നിർത്തി സുജൂദ് ചെയ്യണം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ആ സൂറത്തിൻ്റെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഫസ്ജുദ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. നമ്മൾ വായിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഈ പ്രപഞ്ചത്തെ വായിക്കുക. പക്ഷേ ഏതൊരു വായനക്കിടയിലും നമ്മൾ സുജൂദിനെക്കുറിച്ച് ഓർമ്മിക്കപ്പെടുമ്പോൾ, സുജൂദ് എന്ന വാക്കുച്ചരിക്കുമ്പോൾ അവിടെ വായന നിർത്തി അള്ളാഹുവിൻ്റെ അപാരമായ സ്തുതികളിലേക്ക്, സുജൂദിലേക്ക് പോകണം എന്നാണ് അതിൻ്റെ ഒരു കാവ്യ വായന.